എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ തണലെന്ന് പറഞ്ഞാൽ അതിന് വലിയ പ്രാധാന്യമുണ്ട്. നമ്മൾ കുട്ടികളായിരുന്ന സമയത്ത് നമ്മുടെ വാപ്പയും നമ്മുടെ ഉമ്മയും നമുക്ക് തണലായിരുന്നു. നമ്മുടെ ചെറുപ്രായങ്ങളിൽ നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് തണലായിരുന്നു. ഇനി നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ വളർത്തി വലിയതാക്കി കഴിയുമ്പോൾ അവർക്ക് പ്രായമാകുമ്പോൾ ഈ മക്കൾ മാതാവിനും പിതാവിനും തണലായി മാറും. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ വഴിതെറ്റി പോകേണ്ട പ്രായങ്ങളിൽ നമ്മുടെ ഉസ്താദന്മാർ, നമ്മളുടെ ഗുരുനാഥന്മാർ നമുക്ക് തണലായി മാറി. അത് കഴിഞ്ഞപ്പോൾ ജീവിതത്തിൻ്റെ ആ മുന്നോട്ടുള്ള പ്രയാണത്തിൽ നമ്മുടെ കൂട്ടുകാർ നമുക്ക് തണലായി. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ കൂടപ്പുറപ്പുകൾ നമുക്ക് തണലായി. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഭാര്യ നമുക്ക് തണലായി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൻ്റെ ഈ പ്രയാണത്തിൽ നമുക്ക് തണലായി വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, നാളെ അള്ളാഹുവിൻ്റെ പരലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോഴും ആ പരലോകത്തിലും തണല് നമുക്ക് വേണം. ആ തണല് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സബഅത്തുൻ യുളില്ലുഹുമുല്ലാഹ്, അള്ളാഹുവിൻ്റെ അർശിൻ്റെ തണലെന്ന് പറയുന്ന ആ തണല് ആഖിറത്തിലും നമുക്ക് വേണം. അപ്പം ഞാൻ ഈ തണലിനെ കുറിച്ച് പറയാനുള്ള കാരണം, ഈ വിശുദ്ധമായ റമളാൻ മാസം ഒരു സത്യവിശ്വാസിയായ മനുഷ്യന് തണലാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ